സംസ്ഥാനത്തെ സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയും വലിയ പ്രതിഷേധമുയർന്നത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം നടപ്പാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം നടപ്പിലാക്കാൻ കഴിഞ്ഞത് നാമമാത്രം സ്കൂളുകളിലാണ്. മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയതാണോ? എന്താണ് നിലവിലത്തെ സ്കൂളുകളിലെ സാഹചര്യം എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എ കെ അഭിലാഷ്, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ സൂംബ ഡാൻസ് ആണ്, അതിനു മുൻപ് വന്നത് ആണും പെണ്ണും എന്നുള്ള വ്യത്യാസം വേണ്ട ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള യൂണിഫോം, അത് കൂടുതൽ സൗകര്യപ്രദമാണ് എന്ന ഒരു തീരുമാനമാണ്, പ്രഖ്യാപനമാണ്. അത് എത്രത്തോളം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എത്ര സ്കൂളുകളിൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അഭിലാഷ്? സുചി, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയം തന്നെയാണത്. കാരണം കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി ഗവൺമെന്റ് സ്കൂളിലാണ്, ഹൈസ്കൂളിലാണ് ഇത്തരത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത്. അന്ന് ഏതാണ്ട് 200 പെൺകുട്ടികളും 60ഓളം ആൺകുട്ടികളുമായിരുന്നു ആ സ്കൂളിലുണ്ടായിരുന്നത്. അന്ന് ഈ യൂണിഫോം നടപ്പിലാക്കിയപ്പോൾ ആ കുട്ടികളുടെ പ്രതികരണം എന്താണെന്ന് നമ്മൾ നേരിട്ട് അറിഞ്ഞതാണ്. കാരണം അവർ ഏക മനസ്സോടുകൂടി തന്നെ അത് സ്വീകരിക്കുകയും തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയും ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എവിടെ എത്തി? കാരണം ഞാൻ ഇപ്പോൾ ഇത് പരിശോധിച്ചപ്പോൾ ബാലുശ്ശേരി സ്കൂളിന് പുറത്തേക്ക് വളരെ കുറഞ്ഞ സ്കൂളുകളിൽ മാത്രമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയെന്നാണ്. കാരണം അന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധമുയർന്ന ഘട്ടത്തിൽ അത് മാനേജ്മെന്റിന് തീരുമാനിക്കാമെന്നായിരുന്നു അന്ന് സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് മറ്റെവിടെയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഏതെങ്കിലും മാനേജ്മെന്റ് ആ സാഹചര്യത്തിൽ മുതിർന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറഞ്ഞ ചില എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും മാത്രമാണ് ഇത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ബാലുശ്ശേരി സ്കൂളിൽ മാത്രമാണ് സർക്കാർ സ്കൂളിൽ ഇത്തരത്തിലൊരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കിയിരിക്കുന്ന ഏക സ്കൂൾ. അതായത് അന്ന് ഉണ്ടായ സമ്മർദ്ദം വലിയ തരത്തിൽ വാർത്തകളാവുകയും അതോടൊപ്പം തന്നെ ഇതൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ സൂംബ ഡാൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ കൂടി വരുന്നത്. അപ്പോൾ സർക്കാർ സമ്മർദ്ദത്തിന് വീണ്ടും വഴങ്ങുമോ എന്നാണ് ഇനി അതാണ് ചോദ്യം അഭിലാഷ്. നമുക്കത് എന്തായാലും ഈ വാർത്തയിലൂടെ തന്നെ നമുക്ക് കടന്നു പോവുകയും ചെയ്യാം.